സുമിത എന്ന അധ്യാപികയോടും അവളുടെ വ്യക്തിത്വത്തോടും എനിക്ക് ഒരു മതിപ്പ് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ എന്റെ മനസ്സിലായിരുന്നു. അതൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് മാത്രം. എന്നാലേ അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഈ പ്രകടിപ്പിക്കലിനുണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹേ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനും കൂടിയുള്ളതാ. തുടങ്ങി രാവിലെ തന്നെ അവന്റെ ഒരു കുടുംബ ക്ലാസ്. ആകാശ്, 2 ഡീൽ ഇന്ന് ക്ലോസ് ചെയ്യാനുള്ളതാണ്. എനിക്കിതും പറഞ്ഞിരിക്കാൻ തീരെ സമയമില്ല. മൂടത്ര ശരിയല്ലെങ്കിലും മനസ്സിൽ സുമിത കയറി പറ്റിയിട്ടുണ്ട്. എന്തായാലും അത് മതിയേ. Seven C's of communication. Can someone tell me what are the 7 C's of communication? Complete? Yes. Second one. Anyone? Clear and correct. Sharila ma'am. Absolutely. Yes. Third one is correct. Fourth one, concise. Fifth one is coherent. Next, courteous. And the 7th one is concrete. ആരുടെ ഫോൺ അത്? എന്റെ ഫോണാ സുമി. ക്ലാസ് നടക്കുമ്പോ ഫോൺ സൈലന്റ് ആക്കി വെക്കുക എന്നുള്ളത് പറയാതെ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. ഐശ്വര്യാണ് വിളിക്കുന്നത്. എടുത്തില്ലെങ്കിൽ എന്താവുന്നു മറ്റാരെക്കാളും നന്നായിട്ട് സുമിക്ക് അറിയാലോ. ആരത്? വൈഫാണോ? പിന്നല്ലാതെ. ഹലോ ഐഷു. എഴുന്നേക്കണം. സുമി. ഗെറ്റ് അപ്പ് ഐസൈറ്റ്. ക്ലാസ്സിന് പുറത്തു പോയിട്ടേ ഫോണിൽ സംസാരിക്കേണ്ടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ മതി. വെറുതെ ബാക്കിയുള്ളവരുടെ കൂടെ സമയം മിനക്കെടുത്താനായിട്ട്. പ്ലീസ് ലീവ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സുമിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് അറേഞ്ച് ചെയ്യിച്ച ക്യാബിനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗിരി. എന്റെ കാര്യത്തിൽ ഗിരി കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും. അപ്പൊ സുമിതയുടെ ജോലി നടക്കട്ടെ. ഐ വിൽ മേക്ക് എ മൂവ്. മാഡം എന്താ നോക്കുന്നേ? ഡിസൈനർ കുർത്തീസ്, പാർട്ടി വെയർ, ദുപ്പട്ടാസ്. നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും മാഡം. പ്രിൻസി, ആ കാറ്റലോഗ് ഒന്ന് എടുത്തേ. ഇതൊക്കെ പഴയ പാറ്റേൺ അല്ലേ? പുതിയതൊന്നുമില്ലേ? മാഡത്തിന് എന്താ വേണ്ട? ഇതൊക്കെ ഓൾഡ് പാറ്റേൺസ് ആണ്. എനിക്ക് ന്യൂ ആണ് വേണ്ടത്. മാഡത്തിന്റെ ആവശ്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തന്നോളാം. നിങ്ങളാണോ ഇതിന്റെ ഓണർ? അല്ല, ഇത് ഞങ്ങൾ 2-3 പേര് പാർട്ണർഷിപ്പിൽ നടത്തുന്ന പരിപാടിയാ. ഫാഷൻ ഡിസൈനിങ് കൂടാതെ വേറെന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത്? മോഡലിംഗ്, അഡ്വർടൈസിംഗ്, ഫിലിം മേക്കിംഗ്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. എന്താ മാഡം? എനിക്ക് മനസ്സിലായില്ല. അല്ല, കൊട്ടേഷന്റെ കാര്യം. ആവശ്യക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ആളുകളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന കൊട്ടേഷൻ പരിപാടി നിങ്ങളുടെ പേരിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ നിങ്ങള്?
ഗുരുവായൂർ യാത്രയൊക്കെ നിൽക്കുകയാണ്. ദേ അങ്ങോട്ട് നോക്കടാ. അയ്യോ, അത് ചെയർമാന്റെ കാറല്ലേ? ചെയർമാന്റെ വൈഫിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഓ പിന്നെ, എന്നിട്ടാണ് രാവിലെ ഇവനെ ചീത്ത വിളിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ എല്ലാവരുടെയും മുന്നിൽ പഴയ സൗഹൃദം കാണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ സത്യം തന്നെ പറഞ്ഞു ജോസഫേ, സുമി ഞാനും ഒരു കോളേജിൽ തന്നെ പഠിച്ചാ. എന്തായാലും മാഡത്തിന്റെ മനസ്സിലാ സെന്റിമെന്റ്സ് ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നില്ല. നീ വെറുതെ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാര് പറഞ്ഞു? ഞങ്ങൾ എപ്പോഴും നല്ല അടുപ്പത്തിൽ തന്നെ. ഒന്ന് പോടാ അവിടുന്ന്. ഇവൻ പണ്ട് മാഡത്തിനൊപ്പം കോളേജിൽ പഠിച്ചെന്നൊക്കെ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എനിക്ക് എന്റെ ആവശ്യം എന്താ? എടാ നീ ചൂടാവണ്ട. ആരായാലും ഇപ്പൊ ജോസഫ് വിചാരിച്ച പോലെ തന്നെ വിചാരിക്കൂ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു പ്രാവശ്യമെങ്കിൽ മാഡം നിന്നോട് നന്നായി സംസാരിക്കുന്നു കാണട്ടെ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ സത്യം തന്നെ. അതിനുള്ള തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുതരും. ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ. നോക്കിക്കോ. സാമ്പത്തികമായും അല്ലാതെയും ഇത്രയും വലിയൊരു സഹായ വാഗ്ദാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സത്യം പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്ന ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ഗിരിധർ നമ്പ്യാറാ. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് സ്പോൺസർ. അറിയാം മാഡം. ഗിരി സാറിനെ അറിയാത്തവരെ ആരെങ്കിലും ഉണ്ടോ? അത്രയും വലിയൊരു ബിസിനസ്മാൻ അല്ലേ അദ്ദേഹം? ഇപ്പൊ ഇവിടെ എത്ര കുട്ടികളാ ഉള്ളത്? ഒരു 100 കുട്ടികൾക്ക് മുകളിലുണ്ടാവും. ഓ. ഇതുപോലൊരു ചെറിയ സ്കൂളിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള സ്ട്രെങ്ത് ആണത്. അതൊക്കെ പോകെ ശരിയാവും സർ. അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്തായാലും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളല്ലേ അവരെ. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം പുണ്യപ്രവൃത്തി തന്നെയാണ്. ഭിന്നശേഷിക്കാരാണെന്ന് കരുതി ഞങ്ങൾ ആ കുട്ടികളെ ഒരിക്കലും വേർതിരിച്ചു നിർത്തിയിട്ടില്ല. അങ്ങനെ ഒരു മതിൽക്കെട്ട് സൃഷ്ടിക്കുമ്പോഴാണ് അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇവിടെ ഓരോ കുട്ടിയുടെ ഉള്ളിലും കത്തി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവിനെ കണ്ടെത്തി അതിനെ വളർത്തുന്നതിലൂടെയാണ് അവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനാണ് മാഡത്തിനെ പോലുള്ള സുമനസ്സുകളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ സാർ പറഞ്ഞാ മതി, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാം. ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും ഞങ്ങൾ തയ്യാറാ. പണം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് മാഡം. നിങ്ങളെപ്പോലെയുള്ള സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഇവിടെ വരികയും ഞങ്ങളുടെ കുട്ടികളോടൊപ്പം ഇടപഴകുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരിക്കുന്നത്. അവരോടൊത്ത് സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൂ സർ. അങ്ങനെയാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ ഈ വരുന്ന വിദ്യാരംഭ ദിവസം നമുക്ക് തുടങ്ങി വയ്ക്കാം. വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്. അതെ, അത് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം. നമ്മുടെ ഈ പ്രയത്നം ഒരു കുട്ടിയെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തനാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല സർ. എന്തായാലും ഈ വിദ്യാരംഭ ദിവസം ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം തന്നെയായിരിക്കും. നീ ഒന്ന് ചെന്ന് നോക്കുന്നിരേ? ഓ, ഇതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചന്ദ്രേട്ടാ. മാറ്. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇറങ്ങി പോവാൻ. നീ പറയുന്നത് നേരാണോ? അങ്ങനെ ആയിരിക്കോ? ഒരു സംശയവും വേണ്ട, ഇതത് തന്നെയാ. ഞാനെന്തായാലും ശ്രീകുട്ടനെ വിളിച്ച് പറയാൻ പോവാ. അല്ലേ വേണ്ട, വരുമ്പോ പറയാം. അതായിരിക്കും സർപ്രൈസ്. എന്തായാലും സാനിയോടുകൂടി ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് പോരെ ഈ ആഘോഷവും ബഹളവും ഒക്കെ. ചന്ദ്രേട്ടൻ ഇതെന്താ അറിഞ്ഞിട്ടാ? ഇനി ഉറപ്പിക്കാൻ ഒന്നുമില്ല. ഈ ഓക്കാനോ മരം പുരട്ടലും ഛർദിലും ഒക്കെ തലകറക്കോ മറ്റോ ഉണ്ടോ മോളെ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇതൊക്കെ പതിവാ. വൈകിട്ട് ശ്രീകുട്ടൻ വന്നിട്ട് നിങ്ങളൊരു ചെക്കപ്പിന് പോണം. ചെക്കപ്പോ? എന്തിന്? വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു കൂട്ടുന്നത്? അമ്മ ആ ഉള്ളിവട എന്തിനാ ഉണ്ടാക്കിയത്? നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില്. എന്താ മോളെ? ആകെ ഒരു കനച്ച ചൊവ്വ. അത് എനിക്ക് വായിച്ചു പിടിക്കാഞ്ഞത്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയില്ലല്ലോ.
നിങ്ങളെ പോലെ അല്ല ഞാൻ. അങ്ങനെ ഇങ്ങനെ എനിക്ക് എല്ലാം ഒന്നും ശരിയാവില്ല. ഛെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒന്ന് ഉറപ്പിച്ചിട്ട് മതി ഈ സന്തോഷ പ്രകടനം എന്ന്. ഉപ്പും ചൂടുമൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. നീ നോക്കിയെങ്കിൽ പാകായിരിക്കും. ആ അച്ഛമ്മേ, വിജയദശമിയുടെ അന്നേ അച്ഛമ്മ ഞങ്ങളുടെ കൂടെ ഒരിടം വരെ വരണം. എവിടേക്ക്? അമ്മയ്ക്ക് അത്താഴം എടുക്കട്ടെ? അച്ഛമ്മ ആകെ ഒരു ഇത്തിരി ഓട്സല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാനത് റൂമിലേക്ക് കൊണ്ടുപോയി. നന്നായി മോളെ. അല്ല, എവിടെ പോന്ന കാര്യ നീ പറ. ഏതമ്പലത്തിലാ? അതെ, അമ്പലത്തിലേക്കൊന്നും അല്ല പോകുന്നത്. കുറെ സ്പെഷ്യൽ മിടുക്കന്മാരും മിടുക്കികളും പഠിക്കുന്ന സ്കൂളിലേക്കാ. ആഹാ. ആ ദിവസം അവർക്ക് കുറെ സമ്മാനങ്ങളുമായിട്ട് ഞാനും ഗിരി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓഹോ, ഇവളിനി സാമൂഹ്യ സേവനം നടത്തിയ ആളാവാനുള്ള ശ്രമമാണോ? വളരെ നല്ല കാര്യം മോളെ. അതിന്റെ പുണ്യം നിനക്ക് എന്തായാലും ഉണ്ടാകും. ശരിയാ, വലിയ മനസ്സാ സുമിതയുടേത്. പക്ഷെ മോളെ, ഈ വയ്യാത്ത മുട്ടും വെച്ചിട്ട് ഞാൻ വരുന്നില്ല. നിങ്ങൾ രണ്ടാളും പോയാ മതി. അച്ഛമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ആ ഗിരി, നീ എന്താ ഇന്ന് ലേറ്റ് ആയത്? ഓഫീസിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നമ്മേ. വിജയദശമിയുടെ അന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയായിരുന്നു. എന്താ? ഇപ്രാവശ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് സുമിതയായിരിക്കും. ഇതെന്തു പറ്റി ഗിരിക്ക് ഇങ്ങനെ ഒരു മാനസാന്തരം സംഭവിക്കാനായിട്ട്? എവിടെ പോണോന്ന് പറ. അതിപ്പോ എവിടെ പോണെന്ന് ചോദിച്ചാ, ആ എറണാകുളത്തപ്പം ഗ്രൗണ്ടില് ഒരു കാർണിവൽ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെന്താ, ഫിക്സ്ഡ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അത് സമ്മതിച്ചാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അവിടെ തൊട്ടിലാട്ടമുണ്ട്, അതില് തിരികണം. തൊട്ടിലാട്ടോ? അതെന്തോന്ന് സാധനം? ഈ യന്ത്ര ഊഞ്ഞാലേ. അയ്യോ, അത് വേണോ? എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാർണിവൽ വേണ്ട. ആ യന്ത്ര ഊഞ്ഞാലില് കേറിയാലേ ആ കാർണിവൽ പോകുന്ന മുതലാവുള്ളൂ. നമുക്ക് കടമക്കൊടിയിൽ പോയിട്ട് ആ കൊതുമ്പ് വെള്ളത്തിൽ കയറിയാലോ? അത് പിന്നെ സുമി, ഈ വെള്ളവും വള്ളവും എന്നൊക്കെ പറയുന്നത് എനിക്ക് സെറ്റ് ആവില്ല. എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർ കൂടെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഗിരി തന്നെ അങ്ങ് തീരുമാനിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. Communication is not always about talking. It is also about listening. കമ്മ്യൂണിക്കേഷനില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ബോഡി ലാംഗ്വേജ് ആണ്. There are certain gestures which radiate lack of confidence. All right. So we shall continue this tomorrow. Thank you. Thank you, ma'am.
പ്രതീക്ഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവർക്ക് ഗിരിസാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ആ സുമി, നാളെ വൈകുന്നേരം നമുക്കൊരു ഇടം വരെ പോകാനുണ്ടേ. നാളെ സുമി ഒരു 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. ഹലോ സുമി, താനിത് എവിടെയാ? ഇവിടെ ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞത് വല്ലതെന്താ കേട്ടോ? എന്താ ഗിരി പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, താനൊന്നും കേട്ടിട്ടുമില്ല. പോരെ? അല്ല, ഞാൻ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐ എം റിയലി സോറി. ഗിരി പറയൂ. ഏയ് ഒന്നുമില്ല, വിട്ടേക്കൂ. എന്തായാലും അതൊരു സർപ്രൈസ് ആണല്ലോ. ഞാനിപ്പോ പറയുന്നില്ല, താനത് അപ്പം അറിഞ്ഞാ മതി. ആ നാടകം ശരിക്കും സുമിത ഇപ്പൊ എന്റെ വഴിക്ക് വന്നു തുടങ്ങി. ഹലോ കിരൺ, എന്തായി രാത്രിയില്? ഇപ്പൊ തന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. അതെന്താ അങ്ങനെ ഒരു കാര്യം? സുമിതയും ഞാനും തമ്മിലുണ്ടായിരുന്ന പഴയ ബന്ധത്തെ പറ്റി പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഓ, അതാണോ കാര്യം? നിന്റെ സംശയം തീർക്കാൻ തന്നെ എന്റെ പ്ലാൻ. വെറുതെ വാജ് പഠിക്കാനേ, നീ അതിന്റെ തെളിവ് കാണിക്കേ. നാളെ വൈകിട്ട് ഹോട്ടൽ റോയൽ പാലസിൽ വാ. ഞാനും സുമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് കാണാം. ഉറപ്പാണല്ലോ? വെറുതെ മെനക്കെട്ട് വന്നിട്ട് ഒടുവിൽ ചീറ്റിപ്പോകരുത്. ഈ കിരൺ വെറും വാക്ക് പറയില്ല. ഞാൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് സുമിത വരും. നീ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച കാണാൻ ഞാനവിടെ ഉണ്ടാവും. അപ്പൊ ശരി. അപ്പൊ ശരി. എന്താ കിരണിന്റെ ഉദ്ദേശം? നീ വീണ്ടും സുമിതയുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോവാണല്ലേ? നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? ഓഫീസിൽ കൊളീഗ്സിന്റെ മുന്നിൽ വെച്ച് എന്നെ സുമിത അപമാനിച്ചതിന്റെ മറുപടി മാത്രമാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഇതിലില്ല. ഇനിയും നീ പറയുന്ന കള്ളങ്ങള് ഞാൻ വിശ്വസിക്കണോ കിരൺ? സുമിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഇന്ന് എന്ത് പറ്റി? രാവിലെ ക്ലാസ്സിലായിരുന്നല്ലോ. രാവിലെ എന്തോ സുഖം തോന്നിയില്ല. സുമി, അല്ല മാഡം ഡിസ്റ്റർബ് ആയത് ഞാൻ കാരണമാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. അങ്ങനൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കായിരുന്നു. പ്രതീക്ഷ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഹോട്ടൽ റോയൽ പാലസിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞു. അല്ല, അന്നത്തെ അറസ്റ്റിനെ പറ്റി വേറെ നിർണായകമായ തെളിവുകൾ അവളുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. നേരിട്ടൊന്ന് കാണുവാണെങ്കിൽ ഇതാണ് അതിന്റെ പറ്റിയ അവസരം. അതാണ് ഞാൻ ചോദിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ. ഇന്ന് ഞാൻ ഫ്രീ അല്ല. വൈകിട്ട് എനിക്ക് ഗിരിയുടെ കൂടെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, അതായിക്കോട്ടെ. ഇത് വളരെ അടുത്തല്ലേ? നമുക്കൊരു 3 മണിക്ക് പോയാ 4 മണിക്ക് തിരിച്ചെത്താം. മുന്നിലെത്തി ഈ അവസരം വിട്ടുകളഞ്ഞ അത് വലിയ മണ്ടത്തരാവും. എത്ര നാളാണെന്നും വെച്ചോ ഒരു കനലിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഒരു പ്രാവശ്യം അവരെ നേരിട്ടെന്ന് കണ്ടാ അതോടെ കാര്യങ്ങൾ വ്യക്തമാവുമല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലത്തെ കണക്ഷൻ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ സമാധാനമല്ലോ. ശരി, 3 മണിക്ക് ഇറങ്ങാം. ശരി. ഉൾപ്പെടുന്ന ഇനിയും വൈകിയ പ്രശ്നമാണ്. ഗിരി എന്നെ അന്വേഷിക്കും. ഇന്ന് ഗിരിയോടൊപ്പം പുറത്തു പോകാന്ന് പറഞ്ഞ ദിവസം എനിക്ക് പോണം. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ശങ്കർ എടുക്കുന്നില്ലല്ലോ. എന്തായി കിരൺ? വിളിച്ചു, എടുത്തില്ല. ഓൺ ദ വേ ആയിരിക്കും. എന്തായാലും ഇപ്പൊ തന്നെ എത്തും. ഈശ്വര, ഗിരി എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഫോൺ എടുക്കും സുമി. ഹലോ ഗിരി. സുമി എവിടെയാണ്? ഓഫീസിൽ കണ്ടില്ലല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. സുമി എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇപ്പൊ തന്നെ തിരിച്ചു വരും. ശരി, പോവാ. എങ്ങോട്ട്? ഹോട്ടൽ റോയൽ പാലസിലോട്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ ഒന്നും പറയണ്ട, വണ്ടി കയറ്. സ്നേഹ, ഞാൻ അച്ഛമ്മയുടെ അടുത്ത് എന്താ പറയാ? എടുക്കാതിരുന്ന അത് അതിനേക്കാൾ കുഴപ്പമാവില്ലേ? അച്ഛമ്മ വല്ലാതെ വിഷമിക്കില്ലേ? ഹലോ അച്ഛമ്മേ. മോളെ, നിങ്ങളിത് എവിടെയാ? വൈകുന്നേരത്തെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? അത് പിന്നെ അച്ഛമ്മ, വേറെ 1-2 സ്ഥലത്തൂടെ പോവാനുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. തക്കുടു എവിടെ? അവന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്താ കിട്ടാത്തെ? അത് പിന്നെ അച്ഛമ്മ, ഗിരി. എന്തു പറ്റി മോളെ? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മ. അല്ല, രണ്ടാളും കൂടി വഴക്കിട്ടോ? നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായിന്ന് അറിയോ? ശരി അച്ഛമ്മ. എന്റെ സുമി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സ്നേഹ? നടന്നറിഞ്ഞ അച്ഛമ്മ എന്നെ എന്നേക്കുമായിട്ട് വെറുക്കും. നോക്കിക്കോ, അച്ഛമ്മയും ഗിരിയൊക്കെ എന്നെ മനസ്സിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അച്ഛമ്മയോട് പറയാതിരിക്കുന്നത് ശരിയാണോ സുമി? ഒന്നുമില്ലെങ്കിലും പ്രായമായിട്ടിരിക്കുന്ന ഒരാളല്ലേ. നമുക്ക് അച്ഛമ്മയോട് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതല്ലേ നല്ലത്? സ്നേഹ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ എന്റെ ഗിരി ഒരു അപകടം കൂടാതെ തിരിച്ചു വന്നാൽ മതി. എന്റെ സുമി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഗിരി തിരിച്ചു വരും, എനിക്കുറപ്പാ. ഗിരിയേട്ടന് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. ഇത് പേട്ടനെ എവിടെ പോയി അന്വേഷിക്കാനാ? ഗിരിമോൻ ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. നിർത്തടാ, വെറുതെ എഴുതാപ്പുറം വായിക്കുന്നു. എല്ലാം എന്റെ തെറ്റാ. ഞാൻ ഗിരിയുടെ അടുത്ത് നടന്നതെല്ലാം തുറന്നു പറയണമായിരുന്നു. ഈ തെറ്റിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാ. ഒരു പ്രായശ്ചിത്തവും വേണ്ട, ഇവിടെ പെട്ടിയും കടക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതിയായിരുന്നു. അച്ഛമ്മേ, ക്ഷമ ചോദിച്ചാലൊന്നും ഞാൻ ചെയ്ത തെറ്റിന് പകരമാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ഗിരി ഈ വീട്ടിൽ നിന്ന് പോയത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഈ വീട്ടിൽ തുടരാനായിട്ട് എനിക്ക് അർഹതയില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങാ അച്ഛൻ. നീ ഇങ്ങനെ ചെയ്തോണ്ട് എന്താ മോളെ പ്രയോജനം? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തക്കുടു തിരിച്ചു വരുവോ? തെറ്റ് ചെയ്തത് നീ മാത്രല്ലല്ലോ. കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങിപ്പോയ തക്കുടും തെറ്റുകാരൻ തന്നെയാ. ഇവരെന്നൊക്കെ പറയുന്നത്? ഈ തള്ളക്ക് വട്ടാണോ? അച്ഛമ്മ, ഗിരിയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ഗിരിയുടെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. പാവം, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും എന്റെ കുട്ടി. അതാ എങ്ങോട്ടൊന്നില്ലാതെ പോയത്. അവൻ എവിടെ പോകാനാ? ചെമ്മീൻ തുള്ളിയ മുട്ടോളം എന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ അവന്റെ കാര്യം. ഇന്ന് രാത്രി ചെമ്മീനാണോ മുത്തശ്ശി? നിർത്തടാ. കൂടിപ്പോയാൽ അവൻ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം. സങ്കടം മാറിയാൽ താനെ ഇങ്ങോട്ട് പോന്നോളും. അല്ലെങ്കിലും നമ്മളെയൊക്കെ പിരിഞ്ഞ് എത്ര നേരം അവന് മാറി നിൽക്കാൻ പറ്റും? മോളെ, നീ ഇവളെ വിളിച്ചിട്ട് മുറിയിലോട്ട് കൊണ്ടുപോ. പാവം, അവൾ വിശ്രമിക്കട്ടെ. ചെല്ല് ചെല്ലു മോളെ. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് ചെയ്തോളണം. നാളെ നേരം വെളുക്കുമ്പോ എന്റെ തക്കുടുമോൻ ഈ വീട്ടിലുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ?
ഉം. പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വേഗം വിളിച്ചു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിൻ ഭവതമേ സദാ. ഹരി ഹരി ശ്രീ ശ്രീ ഗണ പദേ ഗണപതയേ നമഃ. നമഃ. മാമൻ എഴുതണോ? ഫാസ്റ്റ്. ഇതിനെ കൊണ്ട് എഴുതിയിട്ട് വേണം ഇനിയുള്ള ബുദ്ധി കൂടെ പോകാൻ. എന്താടാ അമ്പി? അല്ല, മുത്തശ്ശി അക്കുടിനെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണ് നല്ല രസമുണ്ടെന്ന് പറയായിരുന്നേ, അല്ലേ? ആഹാ, അച്ഛമ്മ പിന്നെ അവനെ എഴുത്തിലെഴുതിയോ? വിദ്യാരംഭ ദിവസേ കുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും എഴുതാം ആകാശേ, അല്ലേ അച്ഛമ്മേ? അതെ, കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ നേരങ്ങളെ നമുക്ക് ഇറങ്ങല്ലേ? പോവാം. ഞങ്ങൾ പോയിട്ട് വരാം അച്ഛമ്മേ.